നമസ്കാരം, വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ സർവകാല ഉയരങ്ങൾ താണ്ടിയ വിപണിക്ക് ആ നേട്ടം നിലനിർത്താൻ പോയ വാരത്തിൽ സാധിച്ചില്ല. വിദേശ നിക്ഷേപകരുടെ വിപണിയിൽ നിന്നുള്ള പിൻവാങ്ങലും ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗും ബയേഴ്സുകൾ വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് കാരണമായി. ആദ്യ ദിനത്തിൽ നിഫ്റ്റി 23,100ഉം സെൻസെക്സ് 76,000 മറികടന്ന് പുതിയ റെക്കോർഡ് ഭേദിച്ചിരുന്നു. എന്നാൽ പ്രതിവാര അടിസ്ഥാനത്തിൽ പ്രകടനം വിലയിരുത്തിയാൽ നിഫ്റ്റി 1.86% ഇടിവും സെൻസെക്സ് 1.92% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. 1.5% നഷ്ടത്തിലേക്ക് വഴുതി വീണ ബ്രോഡർ മാർക്കറ്റും ഇടിവിന്റെ ആക്കം കൂട്ടി. ചുവപ്പ് പടർന്ന സൂചികകളിൽ 4% നഷ്ടമുണ്ടായ IT സൂചിക മുന്നിലെത്തി. എന്നാൽ ഇതിന് വിപരീതമായി ബാങ്കിംഗ് ഓഹരികളിലുണ്ടായ റാലി നിഫ്റ്റി ബാങ്ക്, PSU ബാങ്കിംഗ് സൂചികൾ പോസിറ്റീവ് നോട്ടിൽ അവസാനിക്കുന്നതിന് സഹായിച്ചു. പക്ഷേ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അടുത്ത ആഴ്ചയിൽ ബയേഴ്സിന്റെ ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തിയേക്കാം. മോദി സർക്കാർ 350 സീറ്റിലധികം നേടുമെന്ന പ്രവചനങ്ങൾ വിപണിയിൽ പ്രതിഫലിച്ചേക്കാം. എങ്കിലും കഴിഞ്ഞകാല എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥ ഫലത്തിൽ നിന്നും വിഭിന്നമായാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൽ പ്രതീക്ഷിച്ചത്ര നേട്ടം ലഭിക്കാതെ പോയാൽ അത് വിപണിക്ക് പ്രതികൂലമായേക്കാം. അസ്ഥിരതയിലൂടെ കടന്നുപോകുന്ന അമേരിക്കൻ വിപണിയായിരുന്നു പോയ വാരത്തിൽ കണ്ടത്. തുടക്കത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷകളും മറികടന്നുകൊണ്ടുള്ള കറക്ഷനാണ് സൂചികകൾ രേഖപ്പെടുത്തിയത്. GDP അനുമാനത്തിലെ കുറവ് നിക്ഷേപകരെ നിരാശപ്പെടുത്തിയെങ്കിലും മെയ് 31 വന്ന പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുന്നു. വാർഷികാടിസ്ഥാനത്തിൽ മാറ്റമില്ലാതെ 2.7%മായാണ് PCE നിലകൊണ്ടത്. ഇതോടെ സെപ്റ്റംബറോടുകൂടി ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചതിനാൽ ഇന്നലെ നേട്ടത്തിലാണ് US വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് സൂചികകൾ യഥാക്രമം 0.98%, 0.51%, 1.1% നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജൂൺ ആദ്യ വാരത്തിൽ അമേരിക്കൻ വിപണികളെ കാത്തിരിക്കുന്നത് ജൂൺ 3 വരുന്ന മെയ്യിലെ നിർമ്മാണ മേഖലയിലെ PMI ഡാറ്റകളാണ്. PMI 50-ൽ നിന്നും 50.9 ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 5 ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് കണക്കുകളാണ് വിപണിയുടെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു ഡാറ്റ. തൊഴിൽ വിപണിയുടെ ഗതി ഈ ഡാറ്റയോടെ നിക്ഷേപകർക്ക് വ്യക്തമാകും. മെയ്യിലെ S&P ഗ്ലോബൽ കോമ്പോസിറ്റ് PMI, സർവീസ് PMI, ISM നോൺ മാനുഫാക്ചറിംഗ് PMI തുടങ്ങിയ ഡാറ്റകൾ കൂടി വരുന്നതോടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ചിത്രം ലഭിക്കും. ജൂൺ 6 പ്രതിവാര ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വരും. ഡാറ്റയിലെ ഇടിവ് തുടരുകയാണെങ്കിൽ സൂചികകളെ ഉത്തേജിപ്പിക്കും. ജൂൺ 7 നോൺ ഫാം പേറോൾ ഡാറ്റ റിപ്പോർട്ട് ചെയ്യും. കാർഷിക വ്യവസായത്തിലെ തൊഴിലാളികൾ ഒഴികെ മുൻ മാസത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളുടെ എണ്ണത്തിലെ മാറ്റം നോൺ ഫാം പേറോളുകളിൽ കൂടി മനസ്സിലാക്കാം. തൊഴിൽ മേഖലയുടെ സ്ഥിരത അളക്കാൻ ഫെഡ് ആശ്രയിക്കുന്ന പ്രധാന ഡാറ്റകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റയും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. തുടർന്ന് അന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്ന മെയ്യിലെ തൊഴിലില്ലായ്മ ഡാറ്റയും കൂടി വരുന്നതോടെ തൊഴിൽ വിപണിയുടെ യഥാർത്ഥ ചിത്രം നിക്ഷേപകർക്ക് ലഭിക്കും. സമ്മിശ്രമായ ഡാറ്റകളുടെ പ്രതിഫലനമായിരുന്നു യൂറോപ്യൻ വിപണികളിൽ പോയ വാരം കണ്ടത്. അമേരിക്കൻ സൂചികകളുടെ പാത പിന്തുടർന്ന് പ്രതിവാര ഇടിവിലാണ് യൂറോപ്യൻ സൂചികകൾ വ്യാപാരം അവസാനിപ്പിച്ചത്. CAC 40, DAX, FTSE 100 സൂചികൾ യഥാക്രമം 1.26%, 1.05%, 0.07% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ധനനയ തീരുമാനങ്ങളും വിവിധ രാജ്യങ്ങളുടെ PMI ഡാറ്റകളുമാണ് യൂറോപ്യൻ വിപണികളെ കാത്തിരിക്കുന്നത്. ജൂൺ 3 വരുന്ന ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോസോൺ എന്നിവിടങ്ങളിലെ നിർമ്മാണ PMI ഡാറ്റകളോടെയാണ് യൂറോപ്യൻ വിപണികൾ ആരംഭിക്കുന്നത്. നിർമ്മാണ രംഗത്തെ മാന്ദ്യ ഭീഷണി നീങ്ങിയോ എന്ന് നിക്ഷേപകർക്ക് വിലയിരുത്താം. ജൂൺ 5 ഈ രാജ്യങ്ങളുടെ സർവീസ് PMI കൂടി എത്തുന്നതോടെ ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ ഭാവി നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. ജൂൺ 6 എത്തുമ്പോൾ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ധനനയ തീരുമാനങ്ങളും പ്രഖ്യാപിക്കും. ഫെഡിന്റെ പലിശ നിരക്ക് കുറയ്ക്കാൻ കാത്തിരിക്കുകയില്ല എന്ന് മുൻപ് തന്നെ ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ വിപണിയിൽ ഒരു റാലിക്ക് സാധ്യതയുണ്ട്. ജൂൺ 7 ജർമ്മനിയുടെ ഏപ്രിലിലെ വ്യാവസായിക ഉൽപാദന ഡാറ്റ, യൂറോസോണിന്റെ മാർച്ച് പാദത്തിലെ GDP ഡാറ്റ എന്നിവ വരും. ഈ ഡാറ്റകളോടെ നിക്ഷേപകർക്ക് യൂറോ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തമായ ചിത്രം ലഭിക്കും. ആഗോള വിപണികളെ പിന്തുടർന്ന് ഭൂരിഭാഗം ഏഷ്യൻ വിപണികളും ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. PMI ഡാറ്റയുടെ പിൻബലത്തിൽ ചൈനീസ് വിപണികളിൽ ഉണർവുണ്ടായെങ്കിലും ആ നേട്ടം നിലനിർത്താൻ സൂചികകൾക്ക് സാധിച്ചില്ല.
ആഴ്ചയിലേക്ക് എത്തുമ്പോൾ PMI ഡാറ്റകളാണ് ഏഷ്യൻ വിപണികൾ കാത്തിരിക്കുന്ന പ്രധാന ഡാറ്റ. ജൂൺ 2-ന് ചൈനയുടെ സെയ്ഷ്യൻ നിർമ്മാണ PMIയുടെ പ്രതികരണമായിരിക്കും ചൈനീസ് വിപണികളിൽ കാണുക. ജൂൺ 4-ന് ജപ്പാന്റെ സർവീസ് PMIയും സെയ്ഷ്യൻ സർവീസ് PMIയും റിപ്പോർട്ട് ചെയ്യും. നിലവിൽ മേഖലയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളായ ചൈനയും ജപ്പാനും സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഈ ഡാറ്റകൾ നിർണായകമാണ്. ചുരുക്കത്തിൽ ECBയുടെ ധനനയ തീരുമാനങ്ങളും വിവിധ PMI ഡാറ്റകളോടുമുള്ള നിക്ഷേപകരുടെ പ്രതികരണവുമായിരിക്കും അടുത്ത ആഴ്ചയിൽ വിപണികളിൽ പ്രതിഫലിക്കുക. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ബ്രന്റ് ക്രൂഡ് തുടർച്ചയായ 3 ദിനങ്ങളിലും ഇടിവ് രേഖപ്പെടുത്തി. വാരാന്ത്യത്തിൽ 0.8% ഇടിവിൽ ബാരലിന് $81.21 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 0.83% ഇടിഞ്ഞ് ബാരലിന് 76.89 എന്ന നിലയിലും അവസാനിച്ചു. ജൂൺ 2-ന് നടക്കുന്ന OPEC മീറ്റിംഗിൽ 2025-ലും സപ്ലൈ കട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന വിലയിരുത്തൽ ക്രൂഡ് വിലയിൽ പ്രതിഫലിച്ചേക്കാം. കൂടാതെ ഉയരുന്ന വായ്പാ ചെലവ് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതിനാൽ ക്രൂഡ് ഡിമാൻഡ് കുറയാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഇതും ക്രൂഡ് വിലയിൽ സമ്മർദ്ദം ഏൽപ്പിക്കുന്നു. ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കെ ക്രൂഡ് ഇൻവെന്ററിയിലും പ്രതീക്ഷിച്ചതിലും ഉയർന്ന ഇടിവാണ് പോയ വാരത്തിൽ രേഖപ്പെടുത്തിയത്. ക്രൂഡ് ഇൻവെന്ററി 4.2 മില്യൺ ബാരൽ കുറഞ്ഞു. വരുന്ന വാരത്തിലും ക്രൂഡ് വിലയിൽ നിലവിലെ സ്ഥിതിയിൽ നിന്നും കാര്യമായ മുന്നേറ്റം വിദഗ്ധർ പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ തന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ച $80-81 റേഞ്ചിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. 83.5 $84.5 റേഞ്ചിൽ റെസിസ്റ്റൻസും പരിഗണിക്കാം. WTI ക്രൂഡിനെ സംബന്ധിച്ച് 100-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആയ $79.05, 200-ഡേ SMA ആയ $79.56 എന്നിവയിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്താൽ 55-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആയ $81.22, $81.75 എന്നീ ലെവലുകളും പരിഗണിക്കാം. ഡൗൺ സൈഡിലേക്ക് വന്നാൽ $76, $75.27 എന്നിവയിൽ പ്രധാന പിന്തുണ പ്രതീക്ഷിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $68 പിന്തുണ പരിഗണിക്കാം. US പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞത് സ്വർണ്ണവിലയിൽ നേരിയ നേട്ടമുണ്ടാക്കിയെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ വെള്ളിയാഴ്ച സ്വർണ്ണവില ഇടിവ് നേരിട്ടു. കോർ PCയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയത് സ്വർണത്തെ സംബന്ധിച്ച് അനുകൂലമാണ്. എങ്കിലും പ്രതിവാര അടിസ്ഥാനത്തിൽ 0.29% ഇടിവോടുകൂടി 2326 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ട്രഷറി ഈൽഡ് കുറയുന്നതും US ഡോളർ ശക്തി പ്രാപിക്കുന്നതും സ്വർണ്ണവിലയ്ക്ക് കാര്യമായ പിന്തുണ നൽകുന്നില്ല എന്നതാണ് വാസ്തവം. സ്വർണത്തിന്റെ മീഡിയം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. എങ്കിലും 2303 മുതൽ $2295 റേഞ്ചിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ 2272, 2277 എന്നീ റേഞ്ചിലേക്ക് നീങ്ങാം. മറിച്ച് സ്വർണ്ണവിലയിൽ ഒരു മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ 2385 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടക്കാനായാൽ ഷോർട്ട് ടേം ഡൗൺ ട്രെൻഡിൽ നിന്ന് ഒരു റിക്കവറി പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഡോളർ ശക്തി പ്രാപിച്ചത് ഇന്ത്യൻ രൂപ തിരിച്ചടി നേരിടുന്നതിന് കാരണമായി. മറുവശത്ത് ക്രൂഡ് വിലയിലുണ്ടായ ഇടിവ് രൂപയെ കൂടുതൽ മൂല്യ തകർച്ചയിലേക്ക് നയിച്ചില്ല. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ഏപ്രിൽ പകുതി മുതൽ ഫോം ചെയ്ത ഡിസെൻഡിംഗ് ട്രെൻഡ് ചാനൽ രൂപയ്ക്ക് അനുകൂലമാണ്. അതുകൊണ്ട് രൂപയുടെ അടുത്തൊരു മേജർ സപ്പോർട്ട് മെയ് 13-ന് ക്രിയേറ്റ് ചെയ്ത 83.54 എന്ന ലെവലാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മൂല്യമിടിവ് 83.72ലേക്കും തുടർന്ന് 84 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കും വഴിമാറിയേക്കാം. ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ആദ്യ റെസിസ്റ്റൻസ് 100 EMA ആയ 83.2 ആണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ 83ലേക്കും തുടർന്ന് 6 മാസത്തെ ഉയർന്ന മൂല്യമായ 82.65 എന്ന നിലയിലേക്കും രൂപ കുതിച്ചേക്കാം. ഇന്ത്യൻ മാക്രോ തലത്തിലേക്ക് വന്നാൽ പോയ വാരത്തിൽ വിദേശ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും വിൽപ്പനാ സമ്മർദ്ദമാണ് ഉണ്ടായത്. FII 7754.4 കോടി രൂപയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപകർ 14,935.15 കോടി രൂപയുടെ അറ്റ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് വന്ന GDP കണക്കുകൾ തന്നെയായിരുന്നു മാക്രോ തലത്തിലെ നിർണായക ഡാറ്റ. സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷകളെ മറികടന്നുകൊണ്ടുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ 4-ാം പാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനം 7.8% വളർച്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 4-ാം പാദത്തിൽ 6.2% GDP വളർച്ച.
കൂടാതെ 2023-24 വർഷത്തെ GDP 7.6% നിന്ന് 8.2% വളർച്ച കൈവരിക്കുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മുന്നേറുന്നത് തുടരും എന്നതിന്റെ സൂചനയാണ് ഇതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് കണക്കുകളായിരുന്നു മറ്റൊരു പ്രധാന ഡാറ്റ. ഇലക്ട്രിസിറ്റി, സ്റ്റീൽ ഉൽപാദനം എന്നിവയുടെ ശക്തമായ പിൻബലത്തിൽ ഇന്ത്യയുടെ ഏപ്രിൽ മാസത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് മാർച്ചിലെ 6% നിന്നും 6.2% ഉയർന്നു. വ്യാവസായിക ഉൽപാദനത്തിന് 40% വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് റിഫൈനറി ഉൽപ്പന്നങ്ങളും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള 8 മേഖലകളിലെ പ്രവർത്തനമാണ് പ്രധാനമായും അളക്കുന്നത്. കൂടാതെ മെയ് മാസത്തിലെ ഓട്ടോ സെയിൽസ് കണക്കുകളായിരുന്നു മറ്റൊന്ന്. പ്രധാന വിഭാഗങ്ങളിലുള്ള ഓട്ടോമൊബൈലുകൾക്കുള്ള റീറ്റെയിൽ ഡിമാൻഡിലുണ്ടായ മോഡറേഷൻ ഓട്ടോ ഓഹരികളിൽ ബാധിക്കാനിടയുണ്ടാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ ഇതിന്റെ പൂർണ്ണമായ ചിത്രം തിങ്കളാഴ്ചയോടെയാകും വിപണിയിൽ പ്രതിഫലിക്കുക. രാജ്യത്തിന്റെ ഫോറിൻ റിസർവ് കണക്കുകളിലേക്ക് വന്നാൽ റെക്കോർഡ് ഉയരത്തിൽ നിന്നും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചകളിൽ മൊത്തം $10.8 ബില്യൺ ഉയർന്നതിനു ശേഷം കരുതൽ ധനത്തിൽ $2 ബില്യൺ കുറഞ്ഞു. മെയ് 24 വരെ ഇന്ത്യയുടെ ഫോറക്സ് കരുതൽ $646.67 ബില്യൺ എത്തിയിരുന്നു. മെയ് 17 അവസാനിച്ച ആഴ്ചയിൽ എക്കാലത്തെയും ഉയർന്ന നിരക്കായ $648.7 ബില്യൺ ആയിരുന്നു ഫോറിൻ റിസർവ്. ഇനി അടുത്ത വാരത്തിലേക്ക് വന്നാൽ ജൂൺ 3 വരുന്ന HSBC ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI, ജൂൺ 5 വരുന്ന നിക്കി സർവീസസ് PMI കണക്കുകളും നിക്ഷേപക ശ്രദ്ധ നേടും. മെയ് മാസത്തിൽ 58.8 നിന്നും 58.4 മാനുഫാക്ചറിംഗ് PMI കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ രാജ്യത്തെ ഉൽപാദന മേഖലയുടെ കരുത്ത് പ്രതിഫലിക്കുന്ന പ്രധാന സാമ്പത്തിക സൂചകമായ മാനുഫാക്ചറിംഗ് PMI 50 മുകളിൽ തുടരുന്നത് മേഖലയുടെ ആരോഗ്യകരമായ ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 58.4 എന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. നിക്കി സർവീസസ് PMI മെയ് 23 വന്ന ഡാറ്റ പ്രകാരം 60.8 നിന്നും 61.4 മേഖലയുടെ ശക്തമായ പ്രകടനത്തെ സൂചിപ്പിക്കുന്നതാണ്. സേവന മേഖലയുടെ പ്രകടനം അളക്കുന്ന കണക്കുകളിലുണ്ടാകുന്ന തുടർന്നുമുള്ള മുന്നേറ്റത്തോടെ 61.4 നിന്നുള്ള പുരോഗതിയാണ് മേഖല പ്രതീക്ഷിക്കുന്നത്. ഇതിലൊക്കെ ഉപരിയായി വരുന്ന വാരത്തിൽ ഏറ്റവും നിർണായകമായി വിപണി സൂക്ഷ്മമായി നിരീക്ഷിക്കുക RBIയുടെ MPC മീറ്റിംഗ് തന്നെയാണ്. നിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ 7 ചേർന്ന യോഗം പ്രാധാന്യമർഹിക്കുന്നതാണ്. പണപ്പെരുപ്പം തുടരുന്നതിനാൽ താരതമ്യേന RBI പലിശ നിരക്ക് ഒരു വർഷത്തിലേറെയായി 6.5% നിലനിർത്തുകയാണ്. സ്വാഭാവികമായും നിരക്കിൽ തൽസ്ഥിതി തുടരാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നതും. ജൂൺ 5 ആരംഭിക്കുന്ന യോഗ തീരുമാനങ്ങൾ 7 രാവിലെ 10 മണിക്ക് ഗവർണർ ശക്തികാന്ത ദാസ് പ്രഖ്യാപിക്കും. IPO മാർക്കറ്റിലേക്ക് വന്നാൽ സ്പെഷ്യാലിറ്റി ഫൈൻ കെമിക്കൽസ് നിർമ്മാതാക്കളായ ക്രോണോക്സ് ലാബ് സയൻസസ് ആണ് മെയിൻ ബോർഡിൽ നിന്നുള്ള ഏക IPO. ജൂൺ 3 ആരംഭിക്കുന്ന IPO ജൂൺ 5 അവസാനിക്കുന്നത്. 129 രൂപ മുതൽ 136 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. IPOയിലൂടെ 130.15 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ജൂൺ 10 കമ്പനി ദലാൽ സ്ട്രീറ്റിൽ അരങ്ങേറ്റം കുറിക്കുക. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ നിഫ്റ്റി സൂചികയുടെ വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽസായി പരിഗണിക്കാവുന്ന 20-ഡേ SMA ആയ 22,400 അതോടൊപ്പം ഫിബൊനാച്ചി സീരീസിലെ 50% ഒത്തുചേരുന്ന 22,467 മുകളിൽ ക്ലോസ് ചെയ്തത് ഒരു റീബൗണ്ടിനുള്ള സാധ്യത കൂട്ടുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനാൽ വരും സെഷനുകളിൽ ഈ ലെവലുകൾ സൂചികയ്ക്ക് നിലനിർത്താൻ സാധിച്ചാൽ 22,800 മുതൽ 23,000 റേഞ്ചിന് മുകളിലേക്കുള്ള നീക്കം തള്ളിക്കളയാനാവില്ല. അതേസമയം 22,460, 22,400 താഴേക്കുള്ള ഏതൊരു മൂവ്മെന്റും നിഫ്റ്റിയെ 22,300 അതിന് താഴേക്കോ നയിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഡെയിലി ചാർട്ടിൽ 22,700, 22,400 എന്ന റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്ത ഒരു ഇൻസൈഡ് ബാർ പാറ്റേൺ ഫോം ചെയ്താണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആയതിനാൽ 22,420, 22,310 സൂചികയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 22,820, 22,900 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്ന് ഷേർഖാൻ ടെക്നിക്കൽ അനലിസ്റ്റ് ജതിൻ ഗേഡിയ പറഞ്ഞു. ഈ റേഞ്ചിൽ നിന്ന് ഏത് ദിശയിലേക്കും ബ്രേക്ക് ഔട്ട് ലഭിച്ചാലും ആ ദിശയിലേക്കുള്ള ഒരു ട്രെൻഡിംഗ് മൂവ്മെന്റ് കാരണമായേക്കാമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത് ചാർട്ടിൽ ഒരു ഡാർക്ക് ക്ലൗഡ് കവർ പാറ്റേൺ ഫോം ചെയ്തത് ഒരു ബെയറിഷ് സിഗ്നൽ ആണ് എന്നാണ്. കൂടാതെ ഡെയിലി ചാർട്ടിൽ 20-ഡേ EMAയുടെ താഴെ ക്ലോസ് ചെയ്തെന്നും വീക്കിലി ബേസിസിൽ RSI ബെയറിഷ് ക്രോസ് ഓവർ ഫോം ചെയ്തെന്നും
സൂചികയിൽ വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് 22,300 എന്ന മേഖല ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ലെവലിന്റെ 61.8% ആയതിനാൽ സൂചികയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആകുമെന്നാണ്. ഇതിന് താഴേക്കുള്ള നീക്കം നിഫ്റ്റിയെ 22,030, 22,000 എന്ന റേഞ്ചിലേക്ക് നയിച്ചേക്കാം. മറുവശത്ത് 22,650, 22,700 സൂചികയ്ക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയും പ്രവർത്തിക്കും. ഇതിന് മുകളിലേക്കുള്ള ഏത് സുസ്ഥിര നീക്കവും നിഫ്റ്റിയെ 22,700 ലെവലിൽ നയിച്ചേക്കാം. ഏറ്റവും കൂടുതൽ കോൾ സെല്ലിംഗ് 23,000 റേഞ്ചിലും പുട്ട് സെല്ലിംഗ് 22,500 എന്ന റേഞ്ചിലും ഉള്ളതുകൊണ്ട് വരുന്ന ആഴ്ചയിൽ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 23,000-ഉം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 22,500-ഉം ആയി പ്രവർത്തിച്ചേക്കാമെന്നാണ് LKP സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് ദേവ് വിശ്വസിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഒരു ലോങ് ലോവർ ഷാഡോയ്ക്കുള്ള ചെറിയ ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്തത് ലോവർ ലെവലിലെ ബൈയിങ് ഇൻട്രസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ മികച്ച വോളിയത്തോടെ എല്ലാ മൂവിംഗ് ആവറേജുകളുടെ മുകളിൽ ഹയർ ഹൈ ഫോം ചെയ്തതും RSIയിലെ പോസിറ്റീവ് ക്രോസ് ഓവറും കണക്കാക്കിയാൽ ബാങ്ക് നിഫ്റ്റി വൈകാതെ 49,000 എന്ന ലെവൽ ക്രോസ് ചെയ്തേക്കാമെന്നാണ് രൂപക് ദേവ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ 48,500 ഒരു ക്രൂഷ്യൽ സപ്പോർട്ടും 49,200 റെസിസ്റ്റൻസ് ആയും പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ 21 EMA എന്ന 48,500 സ്റ്റോപ്പ് ലോസ് വെച്ച് ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആഴ്ചയിലെ ആദ്യ ദിനത്തിൽ ഭരണ തുടർച്ച വൻ ഭൂരിപക്ഷത്തോടെ ഉറപ്പിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ ബുൾസിന് കരുത്തേകുമെന്നതിൽ സംശയമില്ല. എങ്കിലും തുടർന്ന് വരുന്ന തിരഞ്ഞെടുപ്പ് ഫലം ബുൾസിന്റെ മൊമെന്റം നിലനിർത്തുമോ എന്നത് കാത്തിരുന്നു കാണാം. മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.